7 2 മിനിറ്റുണ്ട്. ആ സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. എത്തിപ്പോയി. ഇതാണ് സെറ്റപ്പ്. ഇപ്പോൾ സമയം 7 മണിയായി. ഇപ്പം പിന്നെയും തിരിച്ച് കുത്തബ്മിനാറിലോട്ട് പോവാണ്. അപ്പോൾ കുത്തബ്മിനാറിലോട്ടുള്ള ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തു ഓൺലൈൻ വഴി. 35 രൂപയായി. അപ്പം ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ ഇപ്പം 7 മണിക്ക് ഇറങ്ങി 7:30 ആകുമ്പോൾ കുത്തബ്മിനാർ ചെല്ലാൻ പറ്റും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊരു 1/4 മണിക്കൂർ അവിടെ മൊത്തം ചുറ്റി വീഡിയോ എടുത്ത് കഴിയുമ്പോഴേക്കും ലൈറ്റ് ഷോ തുടങ്ങും. ആ ലൈറ്റ് ഷോ തുടങ്ങുമ്പോഴേക്കും പിന്നെ ആ വീഡിയോ എടുക്കാനായിട്ടാണ്. ഞാൻ സ്റ്റേ ചെയ്യുന്നത് കുത്തബ്മിനാറിലോട്ട് 3-4 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ ഷെയർ ഓട്ടോ പോവുകയാണെങ്കിൽ മാക്സിമം പോയ 10 അല്ലെങ്കിൽ 20 കൊടുത്താൽ മതി. എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ട്രാഫിക്കുള്ള ഡൽഹിയിലാണെന്നാണ്. കാരണം വേറൊന്നും കൊണ്ടല്ല, ഇവിടെ ട്രാഫിക് നിയമങ്ങൾ പാലിക്കുന്നത് കുറവാണ്. അതുകൊണ്ട് തന്നെ തോന്നി വഴിയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നവരുണ്ട്. കണ്ടോ, ഇടതൊന്നും വലതൊന്നും അതുപോലെയൊക്കെയാണ് വണ്ടി എടുത്തുകൊണ്ട് ഇവിടെ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. മോഡിഫിക്കേഷനും കൂടുതലാണ്. സോ നമ്മൾ 7:00 എത്തുമെന്ന് പറഞ്ഞു. 7 2 മിനിറ്റുണ്ട്. ആ സമയത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഇപ്പോഴാണ് എൻട്രൻസ് വരുന്നത്. ഇവിടുന്ന് കയറുക, അകത്ത് കയറി കാണുക. ഇന്ത്യൻ സിറ്റിസൺസിന് 35, ഫോറിനേഴ്സിന് 550 ഇവിടുത്തെ എൻട്രി ടിക്കറ്റിൻ്റെ റേറ്റ്. രാവിലെ ഇഷ്ടം പോലെ ആൾക്കാർ കാണിച്ചു കാണും കുത്തബ്മിനാർ. ഇത് വെറൈറ്റി ആയിക്കോട്ടെ. ഇത് ഞാൻ ഇന്ന് രാത്രി കാണിക്കാൻ പോകുന്നത്. ഇതൊക്കെ പല സ്ഥലത്ത് നിന്നേക്കുന്നവരാണ്. ഒരു പ്ലെയിൻ വരുന്നുണ്ട്. ആ പ്ലെയിൻ കുത്തബ്മിനാർ ക്രോസ് ചെയ്യുമ്പോൾ എങ്ങനെയൊന്ന് കാണിച്ചു തരാം. ഇടുക്കാജി തന്നെ ഇടുക്കാജി ആയിരിക്കും. വെയിറ്റ് ചെയ്യുക. അതാ എത്തിപ്പോയി. കുത്തബ്മിനാർ ലൈറ്റ് ഷോ അല്ല, ഇതിപ്പം ലൈറ്റ് കത്തിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ ലൈറ്റ് ഷോ വരുന്നുണ്ട്. അത് കാണിച്ചിട്ട് എല്ലാവരും വെയിറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നതാണ് നമ്മുടെ കുത്തബ്മിനാറിൻ്റെ ഭാഗമായിട്ടുള്ള കുത്തബ്മിനാർ കോംപ്ലക്സ്. ഇതിനകത്ത് വരുന്നതാണ് ഒരു പില്ലർ. ആ പില്ലർ അന്ന് ഞാൻ കാണിച്ചു തരാം. മെയിനായിട്ട് രാത്രി ഇവിടെ വന്ന് എടുക്കാനുള്ള കാണുന്നതിന് സാധാരണ ആരും രാത്രി വീഡിയോ എടുത്തിട്ടില്ല. അപ്പം ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതിയാണ് രാത്രി വന്ന് ഈ വീഡിയോ എടുത്തേക്കുന്നത്. അപ്പം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുന്നതാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുത്തബ്മിനാർ പണിത് 1199-നും 1220 ഇടയ്ക്കാണ്. ഇതിനകത്ത് മൊത്തം 399 സ്റ്റെപ്പുണ്ട്. ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 72.5 മീറ്റർ, അല്ലെങ്കിൽ 238 അടിയാണ്. ഈ കാണുന്നതാണ് കുത്തബ്മിനാർ കോംപ്ലക്സ്. ഇതിനകത്ത് കാണാൻ 2 കാര്യങ്ങളാണ്. ഒന്ന് 6 ടൺ കിലോ വെയിറ്റ് വരുന്ന ഒരു പില്ലറും, മറ്റേതെന്ന് പറയുന്നത് ഇതിനകത്ത് വരുന്ന ആർക്കിടെക്ചറൽ വാല്യൂസും. ഈ ആർക്കിടെക്ചറൽ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലൈറ്റിംഗ് എല്ലാം കൊടുത്തേക്കുന്നത്. കാരണം ഓരോന്നിനും ഓരോ രീതിയിലുള്ള ടച്ചാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ ഒരു പില്ലർ എടുത്ത് നോക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് കാണുന്ന ഡിസൈനും കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല മറ്റൊരു പില്ലറിൽ കാണുന്നത്. കാരണം ഇമിറ്റേഷൻസ് ഇല്ലാത്ത രീതിയിലാണ് ഓരോ പില്ലറും ചെയ്തേക്കുന്നത്. അതും ചെയ്തേക്കുക എങ്ങനെയാണെന്ന് വെച്ച് നോക്കിയാൽ, നമ്മൾ മേള് തൊട്ട് താഴെ വരെ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭാഗം വിടാതെ എല്ലാ ഭാഗത്തും ഓരോ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ വർക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും പല രീതിയിലുള്ളതാണ്. കുത്തബ്മിനാർ കോംപ്ലക്സിന് ഏകദേശം 800 വർഷത്തിന് മേലെ പഴക്കമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പല ഭാഗങ്ങളും അടർന്നു പോയിട്ടുണ്ട്. ഇതിനകത്ത് ഏകദേശം 300ഓളം തൂണുകളുണ്ട്. ഈ 300 തൂണുകളിലും പല പല ഡിസൈൻസാണ് ചെയ്തേക്കുന്നത്. മറ്റൊരു ഇമ്പോർട്ടൻസ് വരുന്നതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പില്ലർ ഓഫ് ഡൽഹി എന്ന് പറഞ്ഞ പില്ലർ. ഈ പില്ലറിന് ഇത്രയും വലിയ ഡിമാൻഡുള്ള മെയിൻ കാരണം പറയുന്നത് ഇതിന് 6 ടൺ കിലോ വെയിറ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 7.21 മീറ്റർ എന്ന് വെച്ചാൽ 3 അടി 8 ഇഞ്ചാണ് ഇതിൻ്റെ ഹൈറ്റ് വരുന്നത്. ഇതുവരെ റെസ്റ്റ് ചെയ്യാത്തൊരു മെറ്റീരിയലാണ് യൂസ് ചെയ്തേക്കുന്നത്. ഇത് കണ്ടോ നിങ്ങൾ? എങ്ങനെ നോക്കിയാലും എവിടെ നിന്ന് നോക്കിയാലും കുത്തബ്മിനാർ എന്ന് പറയുന്നത് അതൊരു ലുക്കാണ് കാണാൻ. ലൈറ്റ് ഷോയുടെ സമയം പറഞ്ഞേക്കുന്നത് 8:15, പക്ഷേ ഇപ്പോൾ സമയം 8 മണിയാകുന്നുള്ളൂ. എന്നാലും ഇപ്പോൾ പ്രൊജക്ടറും കാര്യമൊക്കെ ഓണാക്കി തുടങ്ങിയിട്ടുണ്ട്. ചിലപ്പോൾ 8:15 തുടങ്ങാൻ വേണ്ടിയിട്ടായിരിക്കും 8 മണിക്ക് വർക്ക് ചെയ്ത് തുടങ്ങുന്നത്. ചിലപ്പം നേരത്തെ തുടങ്ങാനും ചാൻസ് ഉണ്ട്. അവിടെ ലൈറ്റ് ഇട്ടു. അതുപോലെ തന്നെ അതെ ഈ സൈഡിൽ ലൈറ്റ് ഇട്ടു. ഈ സൈഡിൽ വേറെ സൈഡിൽ ലൈറ്റ് ഉണ്ടോ? അതെ, ആ സൈഡിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്തെ സൈഡിൽ ലൈറ്റ് കാണും, പക്ഷേ ഇവിടുന്ന് കാണാൻ പറ്റത്തില്ല. അതായിരിക്കും. സോ ഇത്രയും കുറച്ച് ദൂരത്ത് നിന്ന് വീഡിയോ എടുത്തപ്പോൾ നമുക്ക് കുറച്ച് അടുത്തോട്ട് പോകാം. ആണ്ടെ സ്റ്റാർട്ട് ചെയ്ത് കണ്ടു തുടങ്ങി. അടിപൊളി സമയം. കാണാവോ? ഇത് പ്രാവശ്യം വരുന്ന കാണാവോ? സെറ്റ് ചെയ്യാന്ന് തോന്നുന്നു. സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാ എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ട്. ഏത് കാണിക്കുന്നത്? വാച്ചിങ്. 4 പ്രൊജക്ടർ യൂസ് ചെയ്തിട്ടാണ് കുത്തബ്മിനാർ ടവറിൽ ലൈറ്റ് ഷോ നടത്തുന്നത്. ഓൾറെഡി എന്തൊക്കെ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, പക്ഷേ ട്രയൽ നോക്കിയാൻ തോന്നി. ഇപ്പോൾ ഓഫ് ആക്കിയിട്ടുണ്ട്. വൈകാതെ തുടങ്ങുമായിരിക്കും. തുടങ്ങിയത് നമ്മുടെ ചേട്ടന്മാർ ഇപ്പോൾ വാട്ടർ എന്നുള്ള ഇതാണ് സെറ്റപ്പ്. എന്തോ എഴുതി കാണിക്കുന്നുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. സൈക്കിളോ പ്ലെയിനൊക്കെ പോകുന്നുണ്ടായിരുന്നു. വാ ചേട്ടെടുത്ത പോട്ടെ തുമ്പ് കിട്ടിയത് അവരോട് അടി.
ഞാൻ മാക്സിമം ഒറ്റയടിക്ക് എടുക്കാൻ നോക്കിയിട്ട് പറ്റുന്നില്ല. കാരണം എത്രമാത്രം ദൂരത്തോട്ട് പോയി നിന്ന് പറഞ്ഞാലും ഒരു ഭാഗം കിട്ടാവുന്നതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഭാഗത്തായിട്ട് മാറി നിന്നിട്ട് ഇങ്ങനെ എടുക്കുന്നത്. അപ്പം വേറൊന്നും കൊണ്ടല്ല, ഇതിപ്പോൾ ഇങ്ങനെ എടുക്കാൻ പറ്റത്തുള്ളൂ. മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അത്ര ഹൈറ്റ് ഉള്ളതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ മൊത്തത്തിൽ കിട്ടണമെങ്കിൽ ഭയങ്കര പാടാണ്. കിട്ടുവാണെങ്കിൽ തന്നെ അതിനകത്ത് വരുന്ന ക്ലാരിറ്റി ഭയങ്കര കുറവായിരിക്കും. ഒരു സ്റ്റെപ്പ് കൂടെ പുറകോട്ട് വെച്ച് കുഴിയോട്ട് വീഴുന്ന രീതിയിൽ നിന്നിട്ടാണ് 0.5 സൂമിലിട്ട് ഞാൻ ഈ ഫ്രെയിമിലേക്ക് ഒപ്പിച്ചെടുത്തേക്കുന്നത്. അപ്പോൾ കാണുന്നവർ ഇതിൽ ആസ്വദിക്കുക എന്നേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഇനി പുറകോട്ട് ഇറങ്ങാൻ പോയിക്കഴിഞ്ഞാൽ ഞാൻ കുഴി വീഴും. അതുകൊണ്ട് ഈ ഫ്രെയിം എന്നെക്കൊണ്ട് പറ്റിയുള്ളൂ. അത്യാവശ്യം കാണിക്കുന്നതായിരിക്കും നല്ലത്. എല്ലാവരും സ്ക്രീൻ ചിരിച്ചാൽ മതിയായിരിക്കും നല്ലത്. മൊത്തത്തിൽ കാണുകയും ചെയ്യാം. ഇപ്പോൾ നൈറ്റിലെ കാണിച്ചല്ലോ, ഇനി എന്നേലും രാവിലെ വരാൻ പറ്റുമെന്ന് നോക്കാം, സമയം കിട്ടുവാണെങ്കിൽ. അങ്ങനെ വരാൻ പറ്റുവാണെങ്കിൽ രാവിലെ വന്ന് കാണിച്ചിട്ട് അതോടുകൂടി കുത്തബ്മിനാർ മൊത്തം ഒരു വീഡിയോ ബ്ലോഗായിട്ട് ചെയ്യാം. ഓക്കെ, എവിടെ നോക്കിയാലും സാധനം കാണാൻ പറ്റും. അതിന് മാത്രം പൊക്കത്തിലാണല്ലോ ഉണ്ടാക്കി വെച്ചേക്കുന്നത് കുത്തബ്മിനാർ. സോ ഗൈസ്, ഇപ്പോൾ സമയം 9 മണിയായി. ഇവിടുന്ന് ഇറങ്ങേണ്ട സമയം. എല്ലാവരും ബിസിലടിച്ച് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പറയുന്നത് കുട്ടി മലയാളമാണ് പറഞ്ഞതെന്ന് തോന്നുന്നു, പക്ഷെ പിടുത്തമില്ല. മതി എന്ന് പറഞ്ഞത് കേട്ടു. ഇനി ഹിന്ദിയിലല്ല അങ്ങനെ വാക്കില്ല, ഇനി വേറെ ഭാഷയാണെന്ന് അറിയത്തില്ല. സോ ഗൈസ്, അപ്പോൾ നമ്മൾ കുത്തബ്മിനാർ നൈറ്റ് ഷോയിൽ കണ്ടു. അപ്പം നമ്മൾ ഇനി വേറെ ഷോയ്ക്കൊന്നും പോയില്ലെങ്കിൽ ഇതാണ് നമ്മൾ ഔട്ട്ഡ്രോ. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഡൽഹിയിൽ ഇനി ഒരു 5-6 ദിവസം കൂടെ കാണും. അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും see you.